താരൻ മാറാൻ ഒരു ടോണർ. ആദ്യം നമുക്ക് കറ്റാർവാഴ പറിക്കാം. കറ്റാർവാഴ എപ്പോഴും നമുക്ക് നമ്മുടെ തലയിലെ താരൻ മാറാനും അഴുക്കുകൾ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ ടോണറിന് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴ നമുക്ക് പറിച്ചെടുക്കാം. കറ്റാർവാഴ പറിച്ചെടുത്തിട്ട് നമ്മൾ അത് കുറച്ച് നേരം ഇങ്ങനെ കഴുകിയിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ കുത്തി വെക്കണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും. ആ ഫ്ലൂയിഡ് മൊത്തത്തിൽ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കിന്നിലാണെങ്കിലും സ്കാൽപ്പിലാണെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ആ യെല്ലോ കളർ ഫ്ലൂയിഡ് നമുക്ക് പോകണം. കുറച്ച് തുളസി പിന്നെ പറിക്കാം. സെക്കൻഡായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തുളസി ഇലയാണ്. തുളസി ഇല എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിൽ ചൊറിച്ചിൽ മാറാനും ഇറിറ്റേഷൻസ് വരാനും ഇറിറ്റേഷൻസ് ഒക്കെ മാറാനും ഒക്കെ നമുക്ക് തുളസി ഇല നല്ലതാണ്. നമ്മളൊരു ആൻറ്റിസെപ്റ്റിക് ആയിട്ടാണ് നമ്മൾ തുളസി ഇല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേൻ്റെ ശല്യം ഉണ്ടെങ്കിലൊക്കെ മാറും. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാൻഡ്രഫിനാണ്. ഡാൻഡ്രഫ് മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആര്യവേപ്പില വേണം. പിന്നീട് നമുക്ക് കുറച്ച് വേപ്പിലയും വേണം. കറിവേപ്പിലയാണ്. വേപ്പില നമുക്ക് കുറച്ച് മതി, 2 തണ്ട്. അതേപോലെ തന്നെ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് കറിവേപ്പില നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യമാണ് നമ്മുടെ ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പിലയും വേണം. കറിവേപ്പില എല്ലാത്തിനും നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. കുഞ്ഞുള്ളിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കണം. എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ആണ് നമ്മൾ ഇത് നമ്മുടെ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ കഴുകുവാണ്. നമുക്ക് തുളസിയിലയുടെ കതിരുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ കതിര് കുറച്ച് പിച്ചി കളഞ്ഞാലും കുഴപ്പമില്ല. തുളസിയില നല്ല വൃത്തിയായിട്ട് കഴുകി ഓൾറെഡി ഒന്ന് കഴുകി വെച്ചിരുന്നതായിരുന്നു. പിന്നെ രണ്ടാമതൊന്നും കൂടെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് കഴുകിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ വേപ്പിലയാണ്. അതും നമ്മൾ കഴുകി. പിന്നെ നമ്മൾ എടുക്കുന്ന ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില നമുക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ മാറാൻ, ചൊറിച്ചിൽ, താരൻ എല്ലാം മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആര്യവേപ്പില യൂസ് ചെയ്യാറുണ്ട്. സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആകാൻ സഹായിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ അലോവേറയാണ്. അലോവേറ ഓൾസോ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ ബെസ്റ്റ് സാധനമാണ്. നമുക്കൊരു ഷാമ്പൂ കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ അലോവേറ എന്ന് പറയുന്നത്. അലോവേറ ഞാൻ കുറച്ച് നേരം പൊട്ടിച്ചെടുത്തിട്ട് കുത്തി വെച്ചിട്ടാണ് എടുത്ത യെല്ലോ ഫ്ലൂയിഡ് മാറ്റിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ കുഞ്ഞുള്ളി നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് എടുത്തു. ഉള്ളിയാണ് കുഞ്ഞുള്ളി, നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറച്ചൊരു 5-8 കുഞ്ഞുള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാട് സ്മെല്ല് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കറ്റാർവാഴയാണ് അരിയുന്നത്. കറ്റാർവാഴയുടെ ആ സൈഡിലുള്ള മുള്ളുകൾ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ, വേറൊന്നും നമ്മൾ കളയുന്നില്ല. തൊലി ഇട്ടുകൊണ്ടും കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ തൊലി. അല്ലാതെ ജെല്ല് മാത്രം എടുക്കേണ്ടവർക്ക് ജെല്ല് മാത്രം വേണമെങ്കിൽ എടുക്കാം. ഞാൻ മുള്ള് കണ്ടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുള്ള് നല്ലപോലെ 2 സൈഡിലേയും കണ്ടിച്ച് കളഞ്ഞിട്ട് കട്ടി കുറച്ച് അരിഞ്ഞ് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് അരിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. ഒരുമിച്ചരിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നെറ്റ് അടർത്താനുള്ളതിൻ്റെയൊക്കെ നെറ്റ് അടർത്തിയിട്ടു. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി നെടുകെ പൊളന്നിടുന്നുണ്ട്. കാരണം നമ്മൾ അരച്ചെടുക്കുമ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെടുകെ പൊളന്നിടുന്നത്. പിന്നെ നമ്മുടെ കരിവേപ്പില അടർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുളസി ഇലയുടെ കതിര് നമ്മൾ കുറച്ച് നുള്ളി കളഞ്ഞിട്ടുണ്ട്. നുള്ളി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാറെടുത്തിട്ട് ജാറിൻ്റെ ഉള്ളിലോട്ട് ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച്
കൂടുതലുണ്ടായിരുന്നു. എനിക്കും എൻ്റെ സിസ്റ്ററിനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ എടുത്തത്. ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ജാറിനകത്തുനിന്ന് കുറച്ച് തൂവി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പക്ഷേ അത്രയും കുഞ്ഞു ജാറാണെങ്കിൽ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട, അത് അരഞ്ഞ് കിട്ടാനുള്ള അത്ര ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. രണ്ടായിട്ട് അരച്ചെടുക്കുക. ഇച്ചിരി കൂടെ വലിയ ജാറാണെങ്കിൽ നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പിന്നെ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അരിപ്പകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മളെ കറ്റാർ വാഴയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിലൊക്കെ ഒക്കെ ഒരു കയ്പ്പുണ്ട്. അപ്പം നമ്മൾ ആ അരിപ്പൊക്കെ പിന്നീട് ഒരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന അരിപ്പകളൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തരിതരിയായിട്ടുള്ള പൗഡർ കാണും. അത് നമ്മുടെ ഹെയറിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നമുക്കത് ഭയങ്കര കഷ്ടപ്പാടാണ് അതൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരിച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലൊന്നും പൊടിയൊന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അപ്പം നല്ലപോലെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്, അരിച്ച് എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് വർത്താനം പറയുന്നുണ്ട് ഗൈസ്, അച്ഛയും അമ്മയൊക്കെ. ഞാൻ രണ്ടാമത് ഒന്നും കൂടെ അരിക്കുന്നുണ്ട്. ആദ്യം അരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇതിനകത്തുനിന്ന് കുറച്ച് അതിൻ്റെ തൊട്ട് പിശുട് വീണായിരുന്നു. അപ്പോൾ ഞാൻ 2 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. 2 വട്ടം നല്ലപോലെ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോണർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. നമുക്ക് താരനുണ്ടായ താരന് മാറും. അതേപോലെ തന്നെ നമുക്ക് തലക്ക് ഇപ്പോൾ ചൂടല്ലേ, അപ്പം നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ല. ആ ചൊറിച്ചിലിനൊക്കെ ഒരു ശമനം കിട്ടും. പിന്നെ ഉള്ളി ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും. അപ്പം നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും തേച്ചൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് താഴെ പോയായിരുന്നു. കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ തന്നെ കൈയുടെ ടിപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് നല്ലപോലെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നല്ലപോലെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തും തന്നെ നമ്മുടെ ടോണർ അപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന താരനും നമ്മുടെ മുടി ഒഴിച്ചിലും അതേപോലെ തന്നെ തിക്നെസ് കുറവുണ്ടല്ലോ, തിക്നെസ് കുറയാനും ഒക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. എൻ്റെ തലയിൽ താരനുള്ളതാണ്. അപ്പം താരനൊന്ന് കൺട്രോൾ ആകാൻ വേണ്ടിയിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പം മുടിയിൽ നല്ലപോലെ ഇങ്ങനെ നമ്മൾ മുടി മുമ്പോട്ടിട്ടിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മുടി വളരും. അതേപോലെ തന്നെ നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്ന വഴി അതേപോലെയും നമ്മൾ നല്ലപോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കട്ടിക്ക് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക. നല്ലപോലെ മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ മസാജ് ചെയ്യുന്നുണ്ട് ഞാൻ. മസാജ് ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിലുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലായിടത്തും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ കുറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൊട്ട ഊരിപ്പോന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് കൺട്രോൾ ആയിട്ടുണ്ട് എൻ്റെ മുടി കൊഴിച്ചിൽ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യാറുള്ളതാണ്. ഉറപ്പായിട്ടും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും, താരനും കൺട്രോൾ ആകും. നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ഞാൻ തലയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒഴിച്ച് എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമ്മുടെ ടിപ്പ് ഉപയോഗിച്ച്, അതായത് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് നല്ലപോലെ റൗണ്ടിൽ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി കുനിച്ചിട്ടിട്ട് ഒന്നും കൂടെ എല്ലായിടത്തും ഒന്നിങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ കൊടുത്ത്, എന്നിട്ട് നമ്മൾ മുടി ഫ്രണ്ടോട്ടിട്ടിട്ട് മൊത്തത്തിൽ തൂത്ത് പെറുക്കി പൊക്കത്ത് കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുക.
ഇത് യൂസ് ചെയ്ത എന്തായാലും നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറും. നമ്മളൊരു ആഴ്ചയിൽ ഒരു വട്ടം യൂസ് ചെയ്താൽ എന്തായാലും നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ ഉള്ളിയും കറ്റാർവാഴയും വേപ്പിലയും എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറും നല്ല തിക്നെസ്സോട് കൂടി തന്നെ നീട്ടം വെക്കാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വേറെ നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.